നരേന്ദ്രമോദി ഈ രാജ്യത്ത് നടത്തിയ വികസനങ്ങളെ കുറിച്ചൊക്കെ ഞാൻ ഉത്തരേന്ത്യയിലേക്ക് പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്ത് എന്നെ നേരിട്ട് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പോയി ആ മാറ്റങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ട്. എനിക്ക് ഓരോ ഓഫറും കിട്ടിയിട്ടില്ല. എനിക്കൊരു ഓഫർ വേണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടിട്ടുമില്ല. ഞാൻ ഈ പാർട്ടിയുടെ ഒരു മെമ്പറായിട്ട് വളരെ അനുസരണയോടുകൂടി ഞാൻ അത് ജോയിൻ ചെയ്ത് എനിക്ക് ഒരു ഓഫറും ഇല്ല. റെജി ലൂക്കോസ് നമ്മോടൊപ്പമുണ്ട്. മിനിഞ്ഞാന്ന് വരെ ഇടത് സഹയാത്രികനായിരുന്ന ശ്രീ റെജി ലൂക്കോസ്. ശ്രീ റെജി ലൂക്കോസ്, അങ്ങ് എത്ര കാലം പാർട്ടിയുടെ ഭാഗമായിരുന്നു എന്ന് അങ്ങ് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ 10-30 വർഷമായി ഇടത് സഹയാത്രികനായിരുന്നു. 7 വർഷമായി പാർട്ടി അംഗത്വമുണ്ട് എന്നങ്ങ് പറഞ്ഞു. അപ്പോൾ ഒരു സുപ്രഭാതത്തിൽ BJP-യിലേക്ക് പോകാമെന്ന് ആലോചിച്ചതാണോ, അതോ BJP-യുടെ ആശയങ്ങൾ തന്നെ മിനിഞ്ഞാന്ന് കൂടി ഒളിച്ചു കടത്തുകയായിരുന്നോ അങ്ങ് ഇടത് സഹയാത്രികനായി നിന്നുകൊണ്ട്? അല്ല, ഞാൻ ആക്ച്വലി ഇനി CPM-നെ കുറ്റപ്പെടുത്താനായിട്ടോ അങ്ങനെയൊന്നും ഞാൻ തയ്യാറാകുന്നില്ല. ഞാനിപ്പോൾ BJP-യുടെ വ്യക്താവസാനത്തേക്ക് വന്നിട്ടുമില്ല. പാർട്ടി ചോദിക്കാണ്ട് ഒരു വ്യക്താവ് എന്നുള്ള രീതിയിൽ എന്നെ വിശേഷിപ്പിക്കരുത്. ഇപ്പൊ ഈ BJP-യുടെ അനുസരണ ഒരു പ്രവർത്തനമായിട്ട് മാത്രമേ ഇനി ഞാൻ മുമ്പോട്ട് പോകത്തുള്ളൂ. BJP-യുടെ ആശയങ്ങളും BJP മുമ്പോട്ട് വെക്കുന്ന ഡെവലപ്മെന്റ്സ് കേരളം നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ നാളുകളിലെ തലമുറകൾക്ക് വേണ്ടിയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഒഴുക്കുക, അത് പ്രവർത്തിക്കാൻ പറ്റാത്ത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ വരുന്ന തലമുറ എഴുതി തള്ളും. അന്നും ബോധ്യമായതുകൊണ്ട് ഞാൻ തീർച്ചയായിട്ടും അതിനുള്ള സാഹചര്യം വികസനത്തെക്കുറിച്ചും നാളുകളിലെ കേരളത്തിന്റെ ഉയർച്ചയെക്കുറിച്ചും സംവാദം നടത്തുന്ന, അതിനെക്കുറിച്ച് പ്രതികരിക്കുന്ന കേരളത്തിലെ BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് ബഹുമാനപ്പെട്ട രാജീവ് ചന്ദ്രശേഖരനെ പോലുള്ളവരുടെ വിഷനും നരേന്ദ്രമോദി ഈ രാജ്യത്ത് നടത്തിയ വികസനങ്ങളെ കുറിച്ചൊക്കെ ഞാൻ ഉത്തരേന്ത്യയിലേക്ക് പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്ത് എന്നെ നേരിട്ട് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പോയി ആ മാറ്റങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ട്. അതൊക്കെ എൻ്റെ മനസ്സിൽ കുറെ നാളായിട്ട് എനിക്ക് കിടക്കുന്നുണ്ട്. ഇനിയിപ്പം കേന്ദ്ര സർക്കാരുമായിട്ട് യുദ്ധപ്രഖ്യാപനം നടത്തി കേരളത്തിൽ മുമ്പോട്ട് പോകാന്ന് പറയുന്നതല്ല. പാശ്ചാത്യ നാടുകളെ പോലെ യാത്രയുടെ ഒരു എക്സ്പീരിയൻസ്, പാശ്ചാത്യ നാടുകളെ പോലെ പ്രതിപക്ഷവും ഭരണകക്ഷിയും ഒന്നിച്ച് ഭരിക്കുന്നു. മത്സരത്തിൽ അവർ വളരെ വീറോടെ മത്സരിച്ച് ഭരണത്തിലെത്തിക്കഴിഞ്ഞാൽ ഒന്നിച്ച് മത്സരം നമ്മുടെ അത് പ്രാവർത്തികമാക്കിക്കൊണ്ട് 10-11 വർഷമായിട്ട് ഈ നാടിനെ ലോകത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ അല്ലെങ്കിൽ ലോകത്തിലെ നാലാമത്തെ യാത്രയൊക്കെ നടത്തിയതിനു ശേഷമായിരിക്കുമല്ലോ ശ്രീ റെജി ലൂക്കോസ് കഴിഞ്ഞ ദിവസം അങ്ങൊരു പോസ്റ്റ് ഇട്ടതിന് പോറ്റിയുടെ ചിത്രവും BJP സംസ്ഥാന അധ്യക്ഷന്റെ ചിത്രവും വെച്ചിട്ട് ആരാണ് കള്ളൻ എന്ന് ചോദിച്ചത് ഈ യാത്രയ്ക്കൊക്കെ കഴിഞ്ഞ ശേഷമായിരിക്കില്ലേ? അങ്ങനെ ഒരു പോസ്റ്റ് എന്റെ ജീവിതത്തിൽ ഞാൻ ഇട്ടിട്ടില്ല. അത് സ്മൃതിക്ക് തോന്നിയതാ. ഞാൻ നരേന്ദ്രമോദിയെ കള്ളനെന്നോ രാജീവ് ചന്ദ്രശേഖരനെ കള്ളനെന്നും പറഞ്ഞൊരു വാക്ക് ഉപയോഗിച്ചിട്ടില്ല. അങ്ങനെയൊന്നും പറയരുതേ. കാരണം ഞാൻ എന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു വാക്കുകൾ ഉപയോഗിച്ചില്ല. ഞാൻ പിന്നെ ശബരിമല തട്ടിപ്പിനെ കുറിച്ച്, ആ തട്ടിപ്പിന് വിധേയരായവരെ കുറിച്ച്, ആ തട്ടിപ്പ് നടത്തിയവരെ കുറിച്ച് ശക്തമായ രീതിയിൽ ഞാൻ പ്രതികരിച്ചിട്ടുണ്ട്. പാർട്ടിയുടെ രാജീവ് ചന്ദ്രശേഖരനെ കുറിച്ച് ഞാൻ ഇവിടെ ഇട്ട പോസ്റ്റ് നെവർ. BJP-ക്ക് ശബരിമല കൊള്ളയടുന്നതിലും പങ്കുണ്ടോ? ഞാൻ പറയാത്ത കാര്യങ്ങൾ പറയരുതേ ദയവായിട്ട്. ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഞാൻ ശബരിമല കൊള്ളയടിച്ചവരെ എതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് ശക്തമായി വാദിച്ചൊരു വ്യക്തിയാണ് ഞാൻ. അതാണ് ഞാൻ എല്ലാ സ്മൃതിയുടെ ചർച്ചയിൽ പോലും ഞാൻ ആ നിലപാടെടുത്തുള്ള ആളാണ് അന്നു മുതൽ. ഒരിക്കലും ഞാൻ BJP അതിനകത്തൊരു ഭാഗമല്ല. BJP-ക്ക് എന്താ അതിനകത്ത് പങ്കുള്ളത്? ശബരിമല കൊള്ളയായിട്ട് ഒരു പങ്കുമില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ പറയാത്ത കാര്യങ്ങൾ ഞാൻ പറഞ്ഞതായിട്ട് അവതരിപ്പിക്കരുത്. അത് തെറ്റാണ്. ഞാനതിൽ പ്രതിഷേധിക്കുന്നു. എന്നെ സംബന്ധിച്ചോളം ഞാനൊരു കുറെ വർഷങ്ങളായിട്ട് ഈ പാർട്ടിയുടെ സഹയാത്രികനാണ്. കഴിഞ്ഞ 7 വർഷമായിട്ട് പാർട്ടിയുടെ മെമ്പറാണ്. 2021 ജില്ലാ സമ്മേളന പ്രതിനിധിയായിരുന്നു. കഴിഞ്ഞ സമ്മേളനത്തിൽ ഞാൻ ഏരിയ സമ്മേളന പ്രതിനിധിയായിരുന്നു. ഒരു പദവിയും ഒരു ലോക്കൽ കമ്മിറ്റി മെമ്പറായിട്ടുള്ള ഒരു പദവി പോലും ഞാൻ വഹിച്ചിട്ടില്ല. ഞാനൊരു സഹയാത്രികനായിരുന്നു മെമ്പറാണെങ്കിലും. ഞാൻ അങ്ങനെ വന്നു പോകുന്നു. ഇപ്പൊ എനിക്ക് തോന്നി, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളോട് ചിന്തിച്ചപ്പോൾ പുതിയ തലമുറയുടെ ആശയങ്ങളും അവർക്ക് വേണ്ടിയിട്ട് ചിന്തിക്കുന്ന ഒരു മനസ്സുള്ള, അല്ല ആ രീതിയിൽ പാകപ്പെട്ട ഒരു മനസ്സുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് സ്വാഭാവികമായിട്ട് നാളുകളിലെ കേരളം ഒരു വൃദ്ധസദനമായി മാറരുത്. നമ്മുടെ നാട്ടിലും എല്ലാ ഇൻഫ്രാസ്ട്രക്ചേഴ്സും ഒരുക്കി മുന്നോട്ട് പോകാനുള്ള സൗകര്യമുള്ള നാട് ഇങ്ങനെ നശിച്ചു പോകാൻ ഓഫർ എന്താണ്? എനിക്ക് ഓരോ ഓഫറും കിട്ടിയിട്ടില്ല. എനിക്കൊരു ഓഫർ വേണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല. ഞാൻ ഈ പാർട്ടിയുടെ ഒരു മെമ്പറായിട്ട് വളരെ അനുസരണയോടുകൂടി ഞാൻ അത് ജോയിൻ ചെയ്ത് എനിക്ക് ഒരു ഓഫറും ഇല്ല. ആരെങ്കിലും ഓഫർ ഒന്ന് ഞാൻ ഡിമാൻഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നുണയാണ്. ഞാൻ സത്യസന്ധമായിട്ട് പറയണം, ആ പാർട്ടിയുടെ ഒരു ഓഫർ ഞാൻ വെച്ചിട്ടില്ല. ഇനി ഞാൻ BJP-യുടെ ശബ്ദമായി മാറാനായിട്ട് ആഗ്രഹിക്കുക. കിട്ടുന്ന വേദികളിൽ അതും ഞാൻ നിർബന്ധമായിട്ട് പറയത്തില്ല. ഞാനൊരു വ്യക്താവസാനത്തേക്ക് വന്നിട്ടില്ല. സ്മൃതി എന്നെ വിളിച്ച് കൊണ്ട് മാത്രം ഞാനൊരു പ്രതികരണം പറഞ്ഞു. ഇന്നങ്ങ് വാർത്താ താരമാണല്ലോ ഇന്നത്തെ ദിവസം. അപ്പൊ പിന്നെ വിളിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങ് ഇത്രയും ദിവസം ഇടതുപക്ഷത്തിന് വേണ്ടി സംസാരിക്കുന്നു. മിനിഞ്ഞാത് കൂടി സംസാരിച്ചാണ്. മിനിഞ്ഞാന്നതാ ഹസ്കർ ഓർക്കുന്നുണ്ടാവും. ഹസ്കറും ഉണ്ട്, അങ്ങും ഇരിക്കുന്നുണ്ട്. ഹസ്കർ ഇടതുപക്ഷത്തെ വിമർശിക്കല്ല, CPM-ന്റെ ചില നിലപാടുകൾ വിമർശിച്ചപ്പോൾ അങ്ങ് ഹസ്കറെ എത്രത്തോളം രൂക്ഷമായി വിമർശിച്ചത് അങ്ങ് ഓർക്കുന്നുണ്ടോ? അത് തെറ്റായി പോയി എന്ന് ഇപ്പൊ പറയാമോ? വേണമെങ്കിൽ ഇപ്പൊ ക്ഷമ ചോദിക്കാം. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. അദ്ദേഹത്തിന്റെ നിലപാട് മാറുന്നതിന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നാ ഞാൻ പറഞ്ഞത്. അങ്ങയുടെ പോലെ നിലപാട് മാറുകയല്ല ചെയ്തത്, അങ്ങയുടെ പോലെ പാർട്ടി മാറുകയല്ല ചെയ്തത്. അദ്ദേഹം പാർട്ടിയെ തിരുത്താൻ, അല്ലെങ്കിൽ പാർട്ടിയിൽ ചില നേതാക്കൾക്ക് പറ്റിയിരിക്കുന്ന പിഴവ് തിരുത്താൻ അദ്ദേഹം ആവശ്യപ്പെടുകയാണ് ചെയ്തത്. അല്ല, അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യം. ഞാൻ അദ്ദേഹം പാർട്ടി പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന്റെ നിലപാട് അദ്ദേഹം പറഞ്ഞു. റെജി ലൂക്കോസിന്റെ നിലപാട് പറയുന്നു. ഞാൻ ഇന്നലെ വരെ സഹയാത്ര നടത്തിയിരുന്ന പ്രസ്ഥാനത്തിലെ ഒരു വാക്കുകൊണ്ട് പോലും ഇന്ന് പത്രസമ്മേളനത്തിൽ ഞാൻ കുറ്റപ്പെടുത്തിയിട്ടില്ല. ഞാൻ നാളുകളിലെ
കേരളത്തിന്റെ മുന്നോട്ടുള്ള പോക്കിന്റെ അനിവാര്യതയെ കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത്യാവശ്യം അതിലൊരു മാനസികാവസ്ഥ ഉള്ള ഒരാളാണ് ഞാൻ. ഒരിക്കലും ഞാനൊരു മോശമായ വാക്കുകൾ പറഞ്ഞിട്ടില്ല, ഒരിക്കലും പറയത്തില്ല, നാളെയും പറയത്തില്ല. എനിക്കിനി അത് ഞാൻ മറന്നു. ഇനിയിപ്പോ ഞാൻ സഞ്ചരിക്കുന്ന, ഞാൻ ഒപ്പം നിൽക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് പിന്നെ വേണ്ടിയിട്ട് പ്രവർത്തിക്കുക, അതിലേക്ക് വരുന്ന ആളുകളെ സ്വാഗതം ചെയ്യുക, എന്നാൽ കഴിയുന്നുള്ള സേവനങ്ങൾ പരമാവധി സാധനം ചെയ്യുക. കേരളത്തിന് മുന്നോട്ടുള്ള എനിക്കിന്ന് വന്ന ഫോൺ കോളുകൾ സ്മൃതി ഒരുപക്ഷെ ഞാൻ പോലും വിശ്വസിക്കുന്നത്, എനിക്ക് പോലും അവിശ്വസനീയമായിരുന്നു. ഞാൻ വിശ്വസിക്കാത്ത സ്ഥലങ്ങളിൽ നിന്ന് പോലും എനിക്ക് പിന്തുണ പിന്നെ അഭിനന്ദനം ഇറക്കിച്ചു എനിക്ക് ഫോൺ കോൾ വന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഫോൺ കോളുകൾ വന്നു. ഒരാൾ പോലും എന്നെ എടുത്ത തീരുമാനം തെറ്റായിപ്പോയെന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ അതിന് എനിക്ക് ബോധ്യമായ ഒരു കാര്യമുണ്ട്, BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ലോകവ്യാപകമായിട്ടുള്ള മലയാളികളുടെ ഇടയിൽ അവരുടെ മനസ്സിലുള്ളത് ബഹുമാനപ്പെട്ട നരേന്ദ്രമോദിജി നടത്തുന്ന പിന്നെ വികസന പ്രവർത്തനങ്ങളും കേരളത്തിലെ BJP ഘടകത്തിന്റെ ചടുലമായ നീക്കങ്ങളും വളരെ സൗമ്യമായി മാധ്യമങ്ങളിലൂടെയൊക്കെ പ്രതികരിക്കുന്ന ഒരു സംസ്ഥാന പ്രസിഡന്റ് ഇത് ജനങ്ങളിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഒന്നുകൂടി ഒരു വ്യക്തതയ്ക്ക് വേണ്ടിയിട്ട്, ഏത് നിമിഷമാണ് അങ്ങേക്ക് ഇത് ആ പാർട്ടിയുടെ ഭാഗമാകാം എന്ന് തോന്നിയത്? ഏത് നിമിഷത്തിലാണ് ആ ചർച്ച നടന്നത്? ഏതായാലും മിനിഞ്ഞാന്നായിരിക്കില്ലല്ലോ, മിനിഞ്ഞാന്ന് വൈകുന്നേരം വരെ അങ്ങ് മറ്റു ചാനലുകളിലെ ചർച്ചകളിലാണല്ലോ. അപ്പോൾ ആ ചർച്ച നടത്തുന്നതിന് മുമ്പ് മറ്റൊരു ചർച്ച വേറെ നടന്നിട്ടുണ്ടോ? അത് പിന്നെ സ്വാഭാവികമായിട്ടും പിന്നെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോട് നാളെ രാവിലെ കയറി ചെന്നിട്ട് എനിക്ക് മെമ്പർഷിപ്പ് വരാമെന്ന് ചോദിക്കുന്നത് ശരിയല്ലല്ലോ. സ്വാഭാവികമായിട്ടും എന്റെ ആശയങ്ങളുമായിട്ട് പൊരുത്തപ്പെട്ട് എന്റെ മനസ്സ് ഭാഗപ്പെടുത്തി ഞാൻ സ്വാഭാവികമായിട്ടും ആ പാർട്ടിയോടൊപ്പം ചേരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെട്ടു, അല്ലാണ്ട് അവർ എന്നോട് ഇങ്ങോട്ട് ആവശ്യപ്പെട്ടു. നിമിഷമാണ് ഞാൻ ചോദിച്ചത്, ഏതായിരുന്നു ആ സമയം? അത് പർട്ടിക്കുലറായിട്ട് ഞാൻ കുറിച്ച് വെച്ചിട്ടില്ല ടൈം. അപ്പൊ എന്തായാലും മിനിഞ്ഞാന്നത്തെ ചർച്ചയിൽ ഇരിക്കുമ്പോൾ ഈ ചർച്ച നടന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന് അനുമാനിക്കാം അല്ലേ? ഇടത് സഹയാത്രികനായിരിക്കുമ്പോൾ ഞാൻ CPM സഹയാത്രികനായി തുടർന്ന കാലത്തോളം ആ പാർട്ടിയുടെ നീതി കാണിച്ചിട്ടുണ്ടെന്ന വിശ്വാസം എനിക്ക്. അതായത് മനസ്സിൽ മോദിജിയും പുറത്ത് പിണറായിജിയും പറഞ്ഞു അല്ലേ? ഒരിക്കലും അല്ല. അതൊക്കെ പിന്നെ സ്മൃതിയുടെ പിന്നെ എന്താ പറയുക, ഞാൻ ചോദിച്ചതാണ് എപ്പോഴാണ് അങ്ങേക്ക് തോന്നിയത്, ഏത് നിമിഷമാണ് തോന്നിയതെന്നാണ് ചോദിച്ചത്. അങ്ങ് മിനിഞ്ഞാന്നത്തെ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ അങ്ങ് പറഞ്ഞ ഒരു സുപ്രഭാതത്തിൽ തോന്നിയതല്ല, അങ്ങ് കുറച്ചു കാലമായി ആലോചിക്കുന്നതെന്നാണല്ലോ. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറയാത്ത കാര്യങ്ങൾ സ്മൃതി എന്റെ അടുത്ത് പറയരുത്. കേൾക്കുന്നത് ഞാൻ അടിസ്ഥാനപരമായിട്ട് കള്ളം പറയാത്ത മനുഷ്യനാണ് ഞാൻ പറഞ്ഞല്ലോ, നമുക്കൊരു താരതമ്യം ആവശ്യമാണ് മനുഷ്യന്. അതിപ്പോ ഏത് മനുഷ്യനും ഉണ്ടാവും. ചില കാഴ്ചകൾ നേരിട്ട് കാണുമ്പോൾ നമ്മൾ കേട്ടതിനേക്കാൾ വ്യത്യസ്തമായിരിക്കും. അപ്പൊ നമുക്ക് അതിന് സത്യം നമുക്ക് റിയലൈസ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള റിയലൈസേഷൻ ഉണ്ട്. അപ്പൊ ഡെവലപ്മെന്റ്സ് ഈ രാജ്യത്ത് കൊണ്ടുവരുമ്പോൾ അത് ഇല്ല നുണയെന്ന് പറഞ്ഞാൽ, ഞാനൊക്കെ നേരിട്ട് കണ്ട കാര്യങ്ങൾ എങ്ങനെ നുണയെന്ന് പറയുന്നത്? പല വിദേശ രാജ്യങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ വിദേശ രാജ്യത്തെ കാര്യം അങ്ങ് മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്. അത് CPM സഹയാത്രികനായിരിക്കുമ്പോഴും പറഞ്ഞിട്ടുണ്ട്. വിദേശയാത്രകളെ കുറിച്ച്, വിദേശയാത്രകളുടെ വികസന കാഴ്ചകളെ കുറിച്ചൊക്കെ അങ്ങ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെ, അപ്പോ ഇപ്പോ നിങ്ങൾക്ക് CPM മോശമാണ്, അല്ലെങ്കിൽ CPM-നെ കുറ്റം പറയില്ല എന്ന് പറയുന്നു. പക്ഷേ CPM-നേക്കാൾ എന്തുകൊണ്ടും മെച്ചമാണ് BJP എന്ന് കരുതുമ്പോൾ എന്താണ് നിങ്ങൾക്ക് CPM-ൽ മടുപ്പുണ്ടാക്കിയത്? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അങ്ങനെ മറുപടി തരത്തില്ല. ഞാൻ പിന്നെ ഒരു പാർട്ടിയെ കുറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും തെറ്റു പറയുന്നില്ല. ഇപ്പോഴത്തെ രാഷ്ട്രീയ പോക്ക് അത് CPM-ന്റെ ആയാലും UDF-ന്റെ ആയാലും LDF-ന്റെ ആയാലും ശരിയല്ല. കഴിഞ്ഞ കുറെ നാളുകളിൽ ഒരു 3-4 മാസത്തെ നമ്മളെല്ലാം ഡിബേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ വാർത്താമാധ്യമങ്ങളിലൊക്കെ വരുന്നത് കേരളത്തിൽ അഡ്രസ് ചെയ്യപ്പെടാൻ താല്പര്യമില്ലാത്ത കാര്യങ്ങളാണ് എല്ലാ പാർട്ടികളും സംസാരിക്കുക. അതല്ല ഇവര് അഡ്രസ് ചെയ്യേണ്ടത്. നാടിന് നാളത്തേക്കുള്ള നാളുകളിലെ പുതുതലമുറയ്ക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം നമ്മൾ, അതല്ലേ അനിവാര്യത. ഓരോ ഏതാനും വ്യക്തികൾക്ക് വേണ്ടി കൂടി പറഞ്ഞു. പുതുതലമുറയുടെ കാര്യം മാത്രമല്ല, വൃദ്ധസദനങ്ങൾ കൂടും എന്നൊക്കെ പറയുന്നു. തീർച്ചയായിട്ടും സംശയിക്കണ്ട. കേരളം ഒരു വൃദ്ധസദനമായി മാറാനുള്ള സാഹചര്യങ്ങൾ കൂടുതൽ. നമ്മുടെ തലമുറകളെല്ലാം ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തെ അടുപ്പിച്ചു നിർത്താനുള്ള ശ്രമം BJP ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് റെജി ലൂക്കോസ് BJP-യിൽ എത്തുന്നത്. അപ്പോൾ അങ്ങേക്കൊരു സീറ്റ് വാഗ്ദാനമുണ്ടോ? ടു ബി ഓണസ്റ്റ്, ഞാൻ വളരെ ഹോണസ്റ്റ് ആയിട്ട് പറഞ്ഞു, അങ്ങനെ ഒരു ചർച്ചയെ നടന്നിട്ടില്ല. ചില ആളുകൾ പാർട്ടി മാറുമ്പോഴത്തേക്ക് ധാരണയൊക്കെ ഉണ്ടെങ്കിൽ പോകുന്നത് നമ്മൾ വാർത്തകൾ കേട്ടിട്ടുണ്ട്. ഇവിടെ അങ്ങനെ ഒരു വിഷയമില്ല. ഞാൻ പാർട്ടിയിലേക്ക് എത്താൻ ചേർന്ന് താല്പര്യപ്പെട്ടു. എനിക്ക് ആ പാർട്ടി നല്ല രീതിയിലുള്ള ഒരു വെൽക്കം തന്നു. കുറെ സ്നേഹമുള്ള മനുഷ്യരുമായിട്ട് ഇന്ന് ഞാൻ കുറെ മണിക്കൂറുകൾ ചെലവഴിച്ചു. എനിക്ക് വളരെ തൃപ്തിയാണ്. വളരെ സ്നേഹമുള്ള മനുഷ്യർ. ഇതുവരെ അങ്ങ് BJP-ക്കെതിരെയൊക്കെ പറഞ്ഞത് തെറ്റായി പോയി എന്നൊരു കുറ്റബോധമാണോ ഇപ്പോൾ അങ്ങേ ഗ്രസിച്ചിരിക്കുന്നത്? അല്ല, BJP-യെ കുറിച്ച് ഞാൻ എന്റെ രാഷ്ട്രീയ നിലപാടിൽ ഞാൻ വിമർശിച്ചിട്ടുണ്ട്. ആ വിമർശനങ്ങൾക്ക് ഉപരിയായ രീതിയിൽ അതിനുശേഷം ഈ BJP രാജ്യത്ത് കൊണ്ടുവന്ന ഡെവലപ്മെന്റ്സിനെ BJP-യുടെ വർഗീയത എന്നൊക്കെ പറഞ്ഞത് തെറ്റായി പോയി അല്ലേ? ഞാൻ പറഞ്ഞല്ലോ, തെറ്റ് ശരിയല്ല ഇന്നത്തെ ദിവസം എന്നെ മുമ്പോട്ട് നയിക്കുന്നത്. ഞാനെടുത്തൊരു തീരുമാനം ശരിയാണെന്നുള്ള ബോധ്യമായിരിക്കും. ഇനി ഞാൻ BJP-യോടൊപ്പം നിൽക്കും. ആ BJP-യോടൊപ്പം നിൽക്കും. ഇനി ഞാൻ ഇപ്പോൾ ഒരു മെമ്പറായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. പാർട്ടി എന്ത് തീരുമാനം എടുക്കുന്നോ
നാളെ ഇവിടെ ഈ രീതിയിൽ പ്രവർത്തിക്കണമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ പ്രവർത്തിക്കാം. അതിന് ഒരു ഡിമാൻഡും ഇല്ല. അൺകണ്ടീഷണൽ ആയിട്ടാണ് ഞാൻ ആ പാർട്ടി ജോയിൻ ചെയ്തത്. ദിസ് ഇസ് ട്രൂ. അത് തന്നെയല്ല, എന്നോടൊപ്പം എന്റെ ഒന്ന് രണ്ട് സുഹൃത്തുക്കളും ഉണ്ട്. അവരുടെ പേരൊന്നും ഡിസ്ക്ലോസ് ചെയ്യത്തില്ല. ഞങ്ങൾ ആരും ഒരു അക്ഷരം പോലും വേണ്ടിയിട്ടില്ല. ഞാൻ മാത്രമാണ് ഇപ്പൊ ജോയിൻ ചെയ്തിരിക്കുന്നത്. നാളെ ഞാൻ ജോയിൻ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പാർട്ടിക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങൾ പ്രവർത്തിക്കാൻ പറ്റുന്നുള്ള എന്റെ എക്സ്പീരിയൻസിലൂടെ എനിക്ക് ബോധ്യമാകുന്നുണ്ട്. ഒറ്റ കാര്യം കൂടി, അങ്ങ് അങ്ങോട്ട് സമീപിക്കായിരുന്നോ ഇങ്ങോട്ട് സമീപിക്കായിരുന്നോ? ഞാൻ അങ്ങോട്ട് സമീപിച്ച എല്ലാ പാർട്ടി ഇങ്ങോട്ട് സമീപിച്ചില്ല. വളരെ ജെന്റിലായിട്ടാണ് ആ പാർട്ടി എന്നോട് ബി.ജെ.പി. ബി ജെ പി സംസ്ഥാന അധ്യക്ഷനെ നേരിട്ട് കണ്ടു അല്ലേ? തീർച്ചയായിട്ടും അദ്ദേഹത്തിനെ കണ്ട് സംസാരിച്ചു. അദ്ദേഹമാണ് എനിക്കിന്ന് പത്രസമ്മേളനത്തിൽ എന്നെ അവതരിപ്പിച്ചു. ഞാൻ അദ്ദേഹത്തിന് എന്റെ ലൈഫിൽ ആദ്യമായിട്ട് ഇന്നാണ് കാണുന്നത്. ഓ, അപ്പൊ ഇന്നാണോ പോയി കണ്ടത്? വളരെ സ്നേഹത്തോടുകൂടി, വളരെ വിനയത്തോടുകൂടി അദ്ദേഹം. എന്തോ ഇന്ന് അംഗത്വം ആവശ്യപ്പെട്ടു, ഇന്ന് തന്നെ കിട്ടി. ഇന്ന് ആവശ്യപ്പെട്ടെന്നുള്ളതല്ല, ഞാൻ ഇന്ന് അദ്ദേഹത്തിന് ആദ്യം കാണുന്നത്. അദ്ദേഹം എന്നെ സ്വീകരിച്ചു. നിങ്ങൾ മാധ്യമപ്രവർത്തകരെല്ലാം അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പത്രസമ്മേളനം ഉണ്ടായിരുന്നു. ഞാനതിൽ പങ്കെടുത്ത് എന്നെ മെമ്പറായിട്ട് അദ്ദേഹം അംഗീകരിച്ചു. എനിക്ക് ഒരു പാർട്ടിയുടെ ഒരു ഷോൾ അണിയിച്ചു. ഞാൻ വളരെ വിധേയനായ പാർട്ടി പ്രവർത്തകനായിട്ട് അവരോടൊപ്പം ചേർന്നു. ഞങ്ങൾ ഒന്നിച്ച് ഭക്ഷണം കഴിച്ചു. ഞാൻ എന്റെ നാട്ടിലേക്ക് മടങ്ങി. ശരി, വളരെ നന്ദി ശ്രീ റെജി ലൂക്കോസ് ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ഇനി ബി.ജെ.പി. പ്രതിനിധിയായി അങ്ങേ അടുത്ത ചർച്ചയിൽ പ്രതീക്ഷിക്കാം.